ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബഹറിൻ ഡയറീസ്. എന്നോട് പലരും ചോദിച്ചിരുന്നു കേട്ടോ, എന്താണ് ചാനലിന് ബഹറിൻ ഡയറീസ് എന്നുള്ള പേരിടാൻ കാരണം എന്ന്. അപ്പോൾ ആ കാര്യം ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇതൊരു ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ നിങ്ങൾ കരുതിയാൽ മതി. ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്ന് എല്ലാവരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ബഹറിൻ ഡയറീസ് എന്ന പേര് ചാനലിന് ഇടാൻ കാരണം ഞാൻ ബഹറിനിൽ വന്നപ്പോൾ ഉള്ള എൻ്റെ ഓർമ്മകളൊക്കെ ഒരു വീഡിയോ റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രവാസിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമാണ് ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ നല്ല ഓർമ്മകളൊക്കെ ഒരു നല്ലൊരു മെമ്മറി ആയിട്ട് എനിക്ക് നാട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ആണ് കേട്ടോ എൻ്റെ ഈ വീഡിയോസൊക്കെ. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് പ്രേക്ഷകർക്ക് തരുന്നു, അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് തരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനൊരു ഉത്തരമില്ല കേട്ടോ. എന്താണോ എൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത്ര നാളായിട്ടും ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ. ഇത്ര വരെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നു, ഒരു വ്യൂസ് ഉണ്ടാവുന്നു ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ നാട് തൃശ്ശൂരാണ്. നാട്ടുകാർക്കൊന്നും അറിയില്ല ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ കാര്യം. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു കുറച്ച് നാളും കൂടിയേ ഞാൻ ബഹറിനിലുണ്ടാവുള്ളൂ. അത് എല്ലാവരെയും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മെയിൻലി ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയൊരു ഫെബ്രുവരി വരേക്കും ഞാൻ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ അതുവരേക്കും ഞാൻ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും ഇനി ഞാൻ ഇടാൻ പോകുന്നത്. തുടക്കത്തിൽ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് കുക്കിംഗ് വീഡിയോ, അങ്ങനെ വ്ളോഗ് പോലത്തെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ബഹറിൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്തരത്തിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നാട്ടിൽ പോകുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. എൻ്റെ ഇവിടുത്തെ സാഹചര്യം പോലെയല്ല നാട്ടിലെ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അത് എല്ലാ സ്ത്രീകൾക്കും അനുഭവിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ മൊമെൻറ്റ്സാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ്സ്. നാട്ടിൽ പോയാൽ എങ്ങനെയാവുന്ന ഒന്നും എനിക്കറിയില്ല. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനും മോനും മാത്രമാണ് ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഹസ്ബൻഡ് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ചില ഇഷ്യൂസ് കാരണം കൊണ്ട് തറവാട്ടിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ നാട്ടിൽ പോയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതുവരെയ്ക്കും എൻ്റെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇനിയുള്ള ലൈഫ് എനിക്ക് കുറച്ച് പേടിയുണ്ട്, കുറച്ച് ടെൻഷനുണ്ട്. എൻ്റെ ഈ സന്തോഷങ്ങളൊക്കെ അവസാനിക്കുകയാണോ എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരുന്നവരെയൊക്കെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ഒരു വീട് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, മോൻ്റെ കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലൂടെയൊക്കെ ഞാൻ ഒരുപാട് കടന്നു പോയിട്ടുള്ള ഒരാളാണ്. എനിക്കതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അവസരം വരുമ്പോൾ ഞാൻ അതൊക്കെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യും. വേറെ ഒന്നിനുമല്ല കേട്ടോ, എങ്ങനെ നമുക്ക് സ്ട്രോങ് ആവാം. ഇപ്പോൾ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ ഈ പ്രോബ്ലംസൊക്കെ ഹാൻഡിൽ ചെയ്യാം അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, എങ്ങനെ സർവൈവ് ചെയ്തു, ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സ്, പ്രഷർ, അതിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഒരു ലൈഫ്, അല്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ ഒരു അടിച്ചുപൊളിയൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതാണ് എൻ്റെ ലൈഫ് എന്ന്. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്നും പുറത്ത് പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നു. ഇത് ഒരുപാട് വർഷം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടി കുറച്ച് ഗുഡ് മൊമെൻറ്റ്സാണ്, കുറച്ച് ഗുഡ് ഡേയ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കുറച്ച് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്ക് ഇപ്പോഴേ വന്നു തുടങ്ങി. പക്ഷേ
കുഴപ്പമില്ല, ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത് കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനൊരു പുതിയ തുടക്കം ഇവിടെ ബഹ്റൈനിൽ വന്നപ്പോൾ ഞാൻ ഒരു പുതിയ തുടക്കം തുടങ്ങി. അപ്പോൾ അതിലും എൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് എൻ്റെ ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മോനവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു പാർക്കിൽ വന്നിരിക്കുകയാണ്. പാർക്കിൽ ഇരുന്നിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്നെ ഇഷ്ടമുള്ളവരൊക്കെ നാട്ടിൽ ചെന്നാലും നാട്ടിലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ. അപ്പം പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ബഹ്റൈനിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ബഹ്റൈനിൽ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. ഇതൊന്ന് റിവീൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടുള്ള കാര്യം നമ്മൾ തുറന്നു പറയാമല്ലോ. എൻ്റെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100-200 പേര് കൂടി വന്നാൽ കാണും. സബ്സ്ക്രൈബ് ചെയ്തവർ കാണും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും എല്ലാ വീഡിയോയും കാണണമെന്നില്ലല്ലോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരോടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ നീതു ചേച്ചിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.